മലപ്പുറത്ത് ഒരു ചെറിയ അപകടം. സ്കൂൾ ബസ്സിലെ ദ്വാരത്തിൽ വിദ്യാർത്ഥിയുടെ വിരൽ കുടുങ്ങിപ്പോയി. 7ാം ക്ലാസ്സുകാരിയുടെ വിരലാണ് കുടുങ്ങിയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 1 മണിക്കൂർ നീണ്ടുപോയ ശ്രമത്തിനൊടുവിലാണ് ഈ വിരൽ ദ്വാരത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. വിപിൻ സി വിജയൻ ചേരുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ. വിപിൻ, പറയൂ. SKN ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. കൊണ്ടോട്ടിയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഫാത്തിമ ഇനായ പഠിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ സ്കൂൾ ബസിന്റെ വിൻഡോ സീറ്റിലാണ് കുട്ടി ഇരുന്നിരുന്നത്. ആ സമയത്ത് ഈ വിരൽ ഈ ദ്വാരത്തിൽ കുടുങ്ങുകയായിരുന്നു. അവിടെ നിന്ന് കോടങ്ങാട് കുട്ടി ബസ് ഇറങ്ങേണ്ട വീടിന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് ഈ വിരൽ എടുക്കാൻ കഴിയുന്നില്ല, അതിൽ കുടുങ്ങിപ്പോയത് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ രക്ഷിതാക്കളും സ്കൂളിന്റെ അധികൃതരും എല്ലാവരും ചേർന്ന്, നാട്ടുകാരൊക്കെ ചേർന്ന് പുറത്തെടുക്കാനുള്ളൊരു ശ്രമം നടത്തിയെന്നുണ്ടെങ്കിലും അത് വിജയിച്ചില്ല. കാരണം അപ്പോഴേക്കും അതിലൊരു ചെറിയ മുറിവൊക്കെ പറ്റിയിരുന്നു. ആ വേദന സഹിച്ചുകൊണ്ട് പിന്നീട് ഈ സ്കൂൾ ബസ് മലപ്പുറത്തെ ഫയർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇങ്ങനെ സ്കൂൾ ബസ് ഫയർ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഫയർഫോഴ്സ് ഇതിൽ ഇടപെടുകയും ആദ്യം ആ വിൻഡോ സീറ്റ് തന്നെ അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൈഡർ ഉപയോഗിച്ച് ആ ഭാഗം മുഴുവൻ തന്നെ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് വിരൽ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അഗ്നിരക്ഷാ സേന ഈ കുട്ടിയുടെ വിരൽ പുറത്തെടുത്ത് രക്ഷിച്ചത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ആ സമയത്ത് ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിലേക്കൊക്കെ എത്തിക്കുന്ന അത്രയും ഒരു സമയം, ഏകദേശം 2 മണിക്കൂർ ഈ കുട്ടി വേദന സഹിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ആശ്വാസകരമായ കാര്യമാണ്, ഫയർ സ്റ്റേഷനിൽ എത്തിച്ചതോടുകൂടി വിരൽ പുറത്തെടുക്കാനും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അത് പൂർത്തിയാക്കാനും കഴിഞ്ഞിരിക്കുന്നു. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.